പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, ഇന്നിപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പിന്നെ K മുരളീധരൻ അടക്കമുള്ള നേതാക്കന്മാർ സകലരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തള്ളിപ്പറയുക തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. എന്നിട്ടും അങ്ങേയറ്റം അഹന്തയോടെ നേരിടുന്ന അതിഹീന ആരോപണങ്ങളുടെ ഉളുപ്പ് ലവലേശം തീണ്ടാതെ ഇവരെയെല്ലാം വെല്ലുവിളിച്ചിങ്ങനെ തന്നിഷ്ടത്തിൽ തുടരാൻ ഇയാൾക്കാകുന്നു എന്നതാണ് അത്ഭുതകരം. സംഘടനയ്ക്കപ്പുറം അതിൻ്റെ സകല സംവിധാനങ്ങൾക്കും മീതെ ശക്തിയുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണോ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളുടെ ആകത്തുക? അങ്ങനെയാകാൻ ഏതായാലും തരമില്ല. മാങ്കൂട്ടത്തിലിന് പിന്നിൽ അദൃശ്യമായ പിന്തുണയുടെ കൈകളുണ്ട് എന്നുറപ്പാണെങ്കിൽ ആ കോക്കസിൻ്റെ ലക്ഷ്യം എന്താണ്? സകലതും വരും ദിവസങ്ങളിൽ വെളിപ്പെടുമെന്ന് ഉറപ്പാണ്. തെറ്റുകാരൻ തന്നെയെന്ന് സാമാന്യ നോട്ടത്തിൽ വിശ്വസിക്കാൻ പാകത്തിന് സകല തെളിവുകളും മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നിട്ടുണ്ടെന്ന് സാമാന്യ ജനത്തിന് ഉറപ്പാണ്. കൂടുതൽ തെളിവുകൾ അനുദിനം പുറത്തു വരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ അന്തസ്സിന് ചേരും വിധം ഇനിയും വൈകാതെ നിലപാടെടുക്കുമെന്നും അത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറിയിക്കുമെന്നുമാണ് RDX പ്രത്യാശിക്കുന്നത്.